വടാട്ടുപാറ പലവൻപുഴയിലെ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് അവരുടെ കലാലയം വിട നൽകി. സഹപാഠികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും ജനപ്രതിനിധികളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഞായറാഴ്ചയാണ് പലവൻപുഴയിൽ 3 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചത്. തങ്കളം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥികളാണ് പലവൻപുഴയിൽ മുങ്ങിമരിച്ചത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡെന്റൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. സഹപാഠികളും അധ്യാപകരും കണ്ണീരോടെ അന്തിമോപചാരമർപ്പിച്ചു. മാനേജ്മെന്റ് ഭാരവാഹികൾക്ക് പുറമെ ഡീൻ കുര്യാക്കോസ് MP-യും ഏലിയാസ് മാർ യൂലിയസ് മെത്രാപ്പൊലീത്തയും ഉൾപ്പെടെയുള്ളവരും കോളേജിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരം പൂവാർ പൊറ്റയിൽ വിഷ്ണുഭവനിൽ വിജയകുമാറിന്റെ മകൻ ഹരീഷ്, കോട്ടയം ചാമമ്പതാൽ പുതുപ്പറമ്പിൽ PT ശാലിനിയുടെ മകൻ അതുൽരാജ്, ചങ്ങനാശ്ശേരി മടുക്കുംമൂട് പ്ലാമൂട്ടിൽ ബിജുമോൻ സെബാസ്റ്റ്യന്റെ മകൻ ബിയോൺ ബിജു എന്നിവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. 9 അംഗ സംഘമാണ് വടാട്ടുപാറയിൽ എത്തിയത്. മരിച്ച 3 പേർ മാത്രമാണ് പുഴയിൽ ഇറങ്ങിയത്. മറ്റുള്ളവർ കരയിലായിരുന്നു. ആദ്യം ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റു 2 പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടത്. 3 പേർക്കും നീന്തലിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി MBMM അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ പറഞ്ഞു. അസോസിയേഷന്റെ കീഴിലെ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി നൽകിയിരുന്നു. നമ്മുടെ ഡെന്റൽ കോളേജിലെ 3rd ഇയർ സ്റ്റുഡൻസ് ആയിട്ടുള്ള 9 പേരാണ് ഈ പറഞ്ഞ കടവിലേക്ക് കുളിക്കാനായിട്ട് പോയത്. പക്ഷേ കറങ്ങിയിട്ട് വരാം എന്നുള്ള നിലയിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അവരവിടെ വെള്ളം കണ്ടപ്പോൾ കുളിക്കാനായിട്ട് ഇറങ്ങി. അതിൽ 6 പേര് പാറപ്പുറത്തിരിക്കുകയായിരുന്നു. 3 പേരാണ് കുളിക്കാനായിട്ട് ഇറങ്ങിയത്. കുളിച്ച വഴി മണൽത്തിട്ട ഇടിഞ്ഞു പോയിട്ട് ഒരാൾ വെള്ളത്തിലേക്ക് പോയി. അദ്ദേഹത്തെ പിടിക്കാനായിട്ട് അടുത്തയാൾ പിടിച്ചു. അവരും ഒഴുകിയപ്പോൾ അടുത്തയാൾ പിടിച്ചു. അങ്ങനെ 3 പേരും പോയി മരണപ്പെട്ടു. അവർ അപ്പോൾ തന്നെ ഫയർഫോഴ്സിൽ അറിയിച്ചു. നാട്ടുകാരെല്ലാവരുടെയും കൂടി അതെടുത്ത് ഇത് ചെയ്ത് കൊണ്ടുവന്നപ്പോഴേക്കും മരണപ്പെട്ടു. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 3 പേരുടെ മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൽ നമ്മുടെ ബെസേലിയോസ് കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ മാർ ബെസേലിയോസ് അസോസിയേഷനിലെ എല്ലാ സ്ഥാപനത്തിനും ഇന്ന് അവധി കൊടുത്തുകൊണ്ട് എല്ലാവരും തന്നെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നു. കൂട്ടുകാർക്കും ഇതൊരു കാരണവശാലും സഹിക്കാൻ പറ്റണില്ല. അവർ കൺട്രോൾ വിട്ട് തന്നെയാണ്. കുറച്ചുപേർ കൂടെ ഉണ്ടാകുന്നവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അപകട സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കാര്യമാക്കാതെയാണ് വിദ്യാർത്ഥികൾ പുഴയിൽ ഇറങ്ങിയത്. ഇതിനു മുമ്പ് 20-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഭാഗമാണിത്. കോളേജിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. സഹപാഠികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.